ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു പനീർ പക്കോട വിത്ത് എഗ് പക്കോടയാണ്. നമ്മുടെ ഹിന്ദിക്കാരൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമുക്കതിനെ ഒന്ന് മലയാളീകരിച്ചുണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് കടലമാവിടാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അര കപ്പ് മൈദ, ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മസാലയായിട്ട് ഇടുന്നത് ഇതിൻ്റെ അകത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര സ്പൂൺ കായം, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പിടി ചെറിയ ജീരകവും കൂടെ ചേർക്കുക. പിന്നെ ഞാനിപ്പോൾ ഇടുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി നമ്മൾ ഇതിന് കണക്കുള്ള മിക്സിൻ്റെ അകത്തൊക്കെ ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതിനെ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനെ മിക്സ് ചെയ്യുക. നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ്, ഇതുപോലെ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പനീർ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും ഒരുപാട് എണ്ണ കുടിക്കും നമ്മുടെ ഈ പനീറിൻ്റെ ഈ മിക്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കട്ടിയിലായിരിക്കണം അതിൻ്റെ ബാറ്റർ തയ്യാറാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൻ വയ്ക്കുക. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പനീറിനെ ഈ മിക്സിലേക്ക് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ കോരി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും കട്ടിയുള്ള ബാറ്റർ ആയത് കാരണം അത് ഇളകിപ്പോവില്ല, ഇതിൻ്റെ അകത്ത് തന്നെ മിക്സ് ചെയ്തിരിക്കും. അതുപോലെ പനീറിൻ്റെ ചുറ്റിനും നല്ല കട്ടിയുള്ളൊരു ബാറ്ററും ഉണ്ടായിരിക്കും. ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഒരു 1 മിനിറ്റിൽ തന്നെ ഒരു സൈഡ് റെഡിയാവും. അത് കഴിഞ്ഞ് നമുക്കതിനെ തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി വറുത്തെടുക്കാം. നല്ല നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരുപാട് ഫ്രീക്വൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഈ പനീർ പക്കോട. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 4 മണി പലഹാരത്തിന് തപ്പി നടക്കുമ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പനീർ പക്കോട എന്ന് പറയുന്നത്. പിന്നെ നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളതാണ്, നല്ല ഹെൽത്തിയാണ്, ന്യൂട്രീഷ്യസ് ആണ്. പിന്നെ ഫ്രൈ ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട് അതല്ലാതെ വേറെ ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് ഒന്നുമില്ല. ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട്